ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോണത് DIYയോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റോ ഒന്നും അല്ലാട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാനിന്നിവിടെ കാണിക്കാൻ പോണത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഡിഷൊന്നും അല്ലാട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ ഒരു റെസിപ്പി ഇവിടെ മക്കൾക്ക് സ്പഗറ്റി വെച്ചാണ് ചെയ്തു കൊടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ കാണാൻ മാത്രമേ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. അതായത് സ്പഗറ്റി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന സംഭവമല്ലേ, ഇതിങ്ങനെ കേളി ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ നൂഡിൽസ് റെസിപ്പി ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഇൻഡോമിയുടെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലെ ടേസ്റ്റ് മേക്കറൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നൂഡിൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സ്പഗറ്റി വെച്ച് വേണമെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സാധാരണ വെറുതെ നൂഡിൽസ് മാത്രമായിട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നൂഡിൽസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ചധികം വെള്ളം സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ പാക്കറ്റിലെ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് കുക്കാവണ്ട, ഹാഫ് കുക്ക്ഡ് ആയി കഴിയുമ്പോൾ അതിലത്തെ വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതും ഡ്രെയിൻ ചെയ്ത് കളയാം. ഇത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത നൂഡിൽസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഓലിവ് ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സോസ് മിക്സ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് 1 സ്പൂൺ ചില്ലി സോസ് എടുക്കാം, ഒരു 1/2 സ്പൂൺ സോയ് സോസ്. ഇനി ഞാൻ പറയുന്നതൊക്കെ കുറച്ച് അളവിലെടുത്താൽ മതി കേട്ടോ. ഒരു 1/4 സ്പൂൺ വീതം എടുത്താൽ മതി. കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് വിനേഗർ, പിന്നെ കുറച്ച് ഷുഗർ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനെടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് നൂഡിൽസിനുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ നൂഡിൽസ് കൂടുതൽ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ സോസ് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ സോസും നൂഡിൽസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 4 വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ ബീൻസ്. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. വെജിറ്റബിൾസ് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം കേട്ടോ. അത് ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ 4 വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹക്ക നൂഡിൽസ് ഒക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. അതായത് നമ്മൾ ഹക്ക നൂഡിൽസിനൊക്കെ നമ്മൾ നീളത്തിലാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ അതിന് കട്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നൂഡിൽസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് സ്പ്രിംഗ് ഓനിയൻസ് ആണ്. അതിൽ സ്പ്രിംഗ് ഓനിയൻസിൻ്റെ വൈറ്റ്സും ഗ്രീൻസും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള നൂഡിൽസും സോസ് മിക്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ്സ് മാത്രം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഒന്നും തന്നെ ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല കേട്ടോ. അതൊരു ക്രഞ്ചിനെസ് അതിൽ ഫീൽ ചെയ്യണം നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആദ്യം ഞാൻ സ്പ്രിംഗ് ഓനിയൻസിൻ്റെ വൈറ്റ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ക്യാബേജും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരു 2 മിനിറ്റ് നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസും ഈ സോസും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സോൾട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഓനിയൻസിൻ്റെ ഗ്രീൻസ് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി നൂഡിൽസ് ഇതുപോലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് 2 കയ്യിൽ 2 ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ പിടിച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ താഴേന്ന് മേളിലേക്ക് വെജിറ്റബിൾസും നൂഡിൽസും നമ്മുടെ സോസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻസ് കൂടെ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നൂഡിൽസ് കൊടുക്കുമ്പോൾ ഇതുപോലെ നൂഡിൽസിൻ്റെ ഒപ്പം ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫില്ലിംഗ് ആണ്. നൂഡിൽസിൻ്റെ ഒപ്പം തന്നെ ഒരു വെജിറ്റബിൾസും അതുപോലെ തന്നെ ഒരു എഗ്ഗും കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആൻഡ് ക്വിക്ക് നൂഡിൽസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾസിലേക്കും അതുപോലെ റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇനി നിങ്ങൾ കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കാരണം നമ്മൾ ഈ എടുത്തിരിക്കുന്ന സോസ് കുറച്ചേ ഉള്ളെങ്കിലും അതിൽ നമ്മൾ ചില്ലി ഫ്ലേക്സും ചില്ലി സോസും അതുപോലെ തന്നെ പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ വിനേഗറും ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടലി ഒരു സ്പൈസി ടാഞ്ചി ടേസ്റ്റ് ആയിരിക്കും. അതെന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.